ശേഷം അതിജീവിത ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞ, അതായത് മാധ്യമപ്രവർത്തകരെ ബർഖാദത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോടതി മുറിക്കുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരേണ്ടി വന്നതെന്നാണ്. അതിജീവിത കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന കോടതി മുറിയുടെ ആ പടികൾ എന്നത് ഈ പടികളാണ്. ഈ പടികളിലൂടെയാണ് അതിജീവിത ഒരിക്കൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ടി വന്നത്. ഏതാണ്ട് 20 ദിവസത്തോളമാണ് ഈ സാക്ഷി വിസ്താരത്തിനായി അതിജീവിത ഈ കോടതിയിൽ നിരന്തരം. ഹലോ, 2017 നടന്നൊരു കേസ്. അതിന് ഇന്ന് ഏകദേശം 8 വർഷത്തോടടുത്തു വിധി വരാൻ വേണ്ടിയിട്ട്. വിധി വന്നു. ജനപ്രിയ നായകൻ ദിലീപിനെ വെറുതെ വിട്ടു. കോടതിയിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് തെളിവുകൾ വേണം. പക്ഷേ ഈ തെളിവിൻ്റെ പിറകെ പോകുന്ന കോടതിയോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ദിലീപ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുണ്ട്. ആ ആൾക്ക് ഇവിടെ എന്ത് നീതി കിട്ടി? ആൾ അനുഭവിച്ച കാര്യങ്ങൾക്ക് ഇവിടെ എന്ത് നീതി കിട്ടി? കുറേ തെളിവുകൾ അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അനുഭവിച്ച പെയിൻ, അവർ ഇത്രയും നാളും കടന്നു പോയ മാനസികാവസ്ഥ, സിറ്റുവേഷൻ, അവരനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, ഇതിനൊന്നും ഒരർത്ഥവുമില്ല അല്ലേ? തെളിവുകളാണല്ലോ എല്ലാം. ഇനിയിപ്പം ഏതൊരു വ്യക്തിക്കും കുറേ ക്രൈംസ് അങ്ങ് ചെയ്ത് കുറേ തെളിവുകൾ അങ്ങ് നശിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അങ്ങ് ഇറങ്ങി നടക്കാം. ഇത് വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോടതിയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ലോകത്തിൻ്റെ അവസാനത്തെ വാക്ക്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ വന്ന വിധി അതിനെ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം നാളെ ചിലപ്പോൾ ഇതേ സിറ്റുവേഷനിൽ ഞാൻ കടന്നു പോയിട്ട് കോടതിയിൽ തെളിവുകളില്ല, അതിൻ്റെ പേരിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതി എന്ന് പറയുന്ന വ്യക്തിയെ കോടതി വെറുതെ വിടുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴുണ്ടാവുന്ന മാനസികാവസ്ഥ, അതൊരു പെൺകുട്ടി എന്ന നിലയിൽ ഓരോരുത്തർക്കും മനസ്സിലാവും. ഈ 8 വർഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടി അനുഭവിച്ച വേദന, മാനസികാവസ്ഥ ഒന്നിനും ഒരു അർത്ഥമില്ലാതായി. ഇവിടെ ദിലീപിനെ വെറുതെ വിട്ടോ? തെളിവുകളില്ല, അതിൻ്റെ പേരിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. കൊള്ളാം. ഇവിടെ പൊതുവേ പറയുന്ന ഒരു വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ലായിട്ടോ എന്ത് വേണമെങ്കിലായിട്ടോ നിങ്ങളെടുത്തോ. പണത്തിൻ്റെ മുകളിൽ ഒരു നിയമവും ഒന്നും ചെയ്യത്തില്ല. അതാണ് ഈ ഒരു കേസിലും കണ്ടേക്കുന്നത്. കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് പിടിപാടുണ്ട്, തീർന്നോ? എവിടെ നീതിയെന്നോ ന്യായെന്നോ ഈ പറയുന്ന സാധനങ്ങളൊന്നും ഒരാൾക്കും കിട്ടാൻ പോകുന്നില്ല. വീണ്ടും വീണ്ടും ഉദാഹരണമായിട്ട് ഇങ്ങനെ വരുമല്ലേ ഡെയിലി. അത് നമുക്ക് നേരത്തെ തന്നെ അറിവുള്ളതാണ്. അവർ സൈബർ ഇടത്ത് ഈ അതിജീവിതയടക്കം എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം. അതേ ആളുകൾ ഇപ്പോൾ കോടതി പരിസരത്തും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ 3-4 പ്രതികളുടെ, ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അഭിഭാഷകൻ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. സർ, ഇപ്പോൾ താങ്കളുടെ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ്, അത് നിങ്ങൾ മാധ്യമങ്ങളൊന്നും തന്നെ അത് എല്ലാവരും അതിജീവിത എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിജീവിതകളും രതിജീവിതകളും നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിജീവിതയും രതിജീവിതയും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എടോ താനൊക്കെ തൻ്റെ വീട്ടിൽ കിടക്കുന്ന തൻ്റെ മകൾക്ക് ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഇതേ രീതിയിൽ താൻ പോയി വാദിക്കണം കേട്ടോ. തൻ്റെ മോൾ ഈ സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ നീ ഇതുപോലെ പോയിരുന്ന് വാദിക്കണം. തെണ്ടിത്തരം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ വാദിക്കോ, ദിലീപിനെ രക്ഷിക്കോ, എന്ത് കോപ്പ് വേണേലും നിങ്ങൾ കാണിക്കുക. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇമാതിരി ചെറ്റത്തരം വന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും കോടതിയുടെ മുന്നിലാണെങ്കിലും വിളിച്ചു പറയുമ്പോൾ സ്വന്തം കുടുംബത്തിലെ മക്കളുണ്ടെങ്കിലും പെൺമക്കളുണ്ടെങ്കിലും അവരെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ജോലിയായിരിക്കും. പക്ഷേ ഈ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കുറച്ചെങ്കിലും അത് കാണിക്കുക കേട്ടോ. ഇല്ലെങ്കിലുണ്ടല്ലോ ഇൻ ഫ്യൂച്ചറിൽ തിരിച്ചടികൾ കിട്ടുമ്പോൾ ഏത് രീതിക്ക് കിട്ടുമെന്ന് തനിക്കോ തൻ്റെ കുടുംബത്തിലിരിക്കണ തൻ്റെ ഭാര്യക്കോ മക്കൾക്കോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കോ പറയാൻ പോലും ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലായിരിക്കും. മുമ്പൊക്കെ ദൈവം പിന്നെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, ഇപ്പം അപ്പം കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു.
സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. ഇനിയിപ്പം വാദിയെ കൂടെ പ്രതിയാക്ക്. മഞ്ജു വാര്യരാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. ചുമ്മാ വന്നിട്ട് ഒരു കാര്യവുമില്ലാതെ സ്വന്തം ആ സമയത്ത് സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ സ്വന്തം മകളുടെ അച്ഛനെ കൊണ്ടുപോയിട്ട് ഇതുപോലൊരു കേസിൽ തള്ളിയിടാൻ മഞ്ജു വാര്യർക്ക് എന്താ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ചുമ്മാ ഇങ്ങനെ ഒരു അലിഗേഷൻ ഇട്ടിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് സ്വന്തം ഭർത്താവിനെ കൊണ്ടിട്ടാൻ വേണ്ടിയിട്ട് മഞ്ജു വാര്യർക്ക് തലയ്ക്ക് കുഴപ്പമുണ്ടായതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനായിട്ട് ഈ കേസില് മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എൻ്റെ കരിയർ, ഇമേജ്, ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കള്ളക്കഥ മെനഞ്ഞ് എന്നെ ഇതിൽ കുടുക്കിയതാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ദിലീപുമായിട്ട് എന്താണ് പ്രശ്നം? ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കേണ്ട ആവശ്യം അതിജീവിത എന്ന് പറയുന്ന വ്യക്തിക്കില്ല. പക്ഷേ ദിലീപിന് ഈ നടന്നതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടും താനും. കാരണം മഞ്ജു വാര്യറായിട്ടുള്ള പിരിയലും ദിലീപ് എൻ്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞ കാവ്യമാധവനെ കെട്ടലും തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞ, അതായത് മാധ്യമപ്രവർത്തകയെ ബർഖാദത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോടതി മുറിക്കുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരേണ്ടി വന്നതെന്നാണ്. അതിജീവിത കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന കോടതി മുറിയുടെ ആ പടികൾ എന്നത് ഈ പടികളാണ്. ഈ പടികളിലൂടെയാണ് അതിജീവിത ഒരിക്കൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ടി വന്നത്. ഏതാണ്ട് 20 ദിവസത്തോളമാണ് ഈ സാക്ഷി വിസ്താരത്തിനായി അതിജീവിത ഈ കോടതി. ഒരു പെൺകുട്ടി ഇതുപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് അത് ഒരാളോട് ഒരു തവണ പറയാൻ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രയാസമുണ്ട്. അങ്ങനെ ഇരിക്കെ 20 ദിവസം 20 തവണ ഈ ഒരു കാര്യം ആവർത്തിച്ച് പറയേണ്ടി വരുന്നൊരു സിറ്റുവേഷനുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് പോലും ഈ 20 തവണ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊറ്റ പ്രതീക്ഷയിലായിരിക്കും എനിക്ക് നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷ. ഇവിടെ എവിടെയാണ് ഈ നീതി എന്ന് പറയുന്ന സംഭവം ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത്? എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് ആ വ്യക്തി ഓപ്പണായിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് പോലും അത് മുഖവിലക്കെടുക്കാതെ തെളിവ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം മുഖവിലക്കെടുത്തിട്ട് വിധി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ഒരു കൊലപാതകം ചെയ്തിട്ട് അത് വേറൊരു ആളുടെ തലയിൽ കെട്ടിവെക്കുന്നത് പോലെ തെളിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും യഥാർത്ഥ പ്രതി ആരാവും എന്നുള്ളത് കൂടെ നമ്മളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അതിൽ ഒരു ഘട്ടത്തിൽ കോടതി പല അത്തരം ചോദ്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അതിജീവിതയെ ആക്ഷേപിക്കുന്ന നിലപാട് വരെ ഈ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു നിലപാടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ്. അതായത് ഒരു നീതി തേടിയാണ് ഒരു കോടതിയിലേക്ക് ഒരു അതിജീവിത വരുന്നത്. സംസ്ഥാന സർക്കാർ ആ പ്രോസിക്യൂഷൻ കക്ഷിയുടെ ഭാഗമായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഇത്തരമൊരു നിലപാടുണ്ട്? കൊള്ളാലോ. അതിജീവിത അധിക്ഷേപിക്കുന്ന രീതിയിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്.
ശരി, എന്നാൽ ഈ പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് മാറ്റി പണത്തിൻ്റെ മുകളിൽ നിയമവും നടപ്പാവില്ല എന്നാക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും.